എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ച SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി 10 മാസത്തിനു ശേഷം ജയിൽ മോചിതനായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ നാടായ കേരളത്തിലെത്തി. കോഴിക്കോട് എയർപോർട്ടിന് പുറത്ത് SDPI പ്രവർത്തകർ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണവും നൽകി. നമുക്കറിയാം, സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് പലരും നടപടികൾ നേരിടുന്നുണ്ട്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ED എന്ന അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷം ഒരു മോചനം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കോഴിക്കോട് കണ്ടു. ഇന്ത്യ രാജ്യത്തെമ്പാടും വിവിധ തരത്തിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാർ, മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ് രംഗത്തിൽ നിൽക്കുന്നവർ, ഇങ്ങനെ പലവിധ ആളുകൾക്ക് EDയുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ED കേസുകളിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ EDയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ഭരണകൂടം, RSS നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം, ആ സംവിധാനം ആരെയെങ്കിലും ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചാൽ, അവരെ ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് EDയോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളോ എത്തിയാൽ ഒന്നെങ്കിൽ അവർ BJPയുമായി സമരസപ്പെടാൻ തയ്യാറാവും, സംഘപരിവാറുമായി സമരസപ്പെടാൻ തയ്യാറാവും, അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ ചേരും. ഇതൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തുള്ള വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനപ്പെട്ട പലരും, അത് കോൺഗ്രസ് ആയാലും ആം ആദ്മി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും, ഇങ്ങനെ പലവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നതമായ നേതൃത്വങ്ങൾ ഇത്തരത്തിലുള്ള ED നടപടികൾ കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ മൂലം പിന്നീട് BJPയിലെത്തുന്ന ഒരു ചരിത്രമുണ്ട്. BJPയിലെത്തിയില്ലെങ്കിൽ അവർ നിശബ്ദരാവുകയാണ് ചെയ്യാറ്. BJPയിലെത്തിയാൽ പിന്നീട് അവരുടെ കേസുകളിൽ അതിനുശേഷം നടപടികൾ ഉണ്ടാവാറില്ല. എതിർശബ്ദങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി തങ്ങളുടെ വരുതിയിൽ വരുത്തുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് SDPIയുടെ ദേശീയ പ്രസിഡന്റായ MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുന്നത്. 10 മാസം മുമ്പാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു പണമിടപാട് കേസിലാണ് അറസ്റ്റ് എന്നാണ് ED അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കിയത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഒരു 10 മാസം ജയിലിൽ കിടന്നു ഒരു ഭരണകൂടത്തിൻ്റെ ഈ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തു നിന്നുമുള്ള നടപടികൾക്ക് വിധേയമായി എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായ ഒരു നിശബ്ദത വേണമെങ്കിൽ പാലിക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദേശീയ പ്രതിനിധി സഭയിൽ എന്തുകൊണ്ട് വീണ്ടും SDPIയുടെ ദേശീയ പ്രസിഡന്റായി MK ഫൈസിയെ തെരഞ്ഞെടുത്തു എന്നതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം ഈ കേസിൽ മോചനം കിട്ടിയതിന് ശേഷം അദ്ദേഹം കോഴിക്കോട് എത്തിയ സമയത്ത് നടത്തിയ പ്രസംഗം എന്നുള്ളത്. ആ പ്രസംഗത്തിലെ പ്രസക്തമായ വാചകങ്ങൾ ഇങ്ങനെയാണ്: ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി പോരാടുമ്പോൾ ജയിൽവാസം ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പരാജയമാണ്. ഈ പോരാട്ട ഭൂമികയിൽ കിട്ടിയ ഒരു അവാർഡാണ് ജയിൽവാസം. അതുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം ഇനിയും തുടരും. നമ്മെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നാം ഉയർത്തെഴുന്നേൽക്കും, നമ്മെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ നാം ആളിക്കത്തും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്. അഥവാ ഈ പോരാട്ട ഭൂമികയിൽ നിന്നും തങ്ങൾ പിന്മാറില്ല എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനമാണ് ദേശീയ പ്രസിഡന്റ് MK ഫൈസി SDPI പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നതും രാജ്യത്തോട് വിളിച്ചു പറയുന്നതും. കഴിഞ്ഞ 10 മാസത്തിലധികമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലായ തിഹാർ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് ആ മോചനം കിട്ടിയതിനു ശേഷം ഈ ഒരു പോരാട്ട ഭൂമികയിൽ നിന്നും പിന്മാറില്ല എന്നും ഈ ഒരു ഭരണകൂടത്തിനെതിരായ എതിർശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഇത് നൽകുന്നുള്ളത്. SDPIയുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലയിൽ സജീവമായി ഉണ്ടാകുമെന്നുള്ള നിലപാട് പ്രഖ്യാപനം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നുള്ളത്. ഏതായാലും ആ പ്രസംഗം നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങളോടൊപ്പം ചേരാനും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും
വീണ്ടും അവസരം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ കാലയളവിൽ പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് കൊണ്ടും എന്നെയും പാർട്ടിയെയും പിന്തുണച്ച മുഴുവൻ നല്ലവരായ വ്യക്തികളെയും സമൂഹങ്ങളെയും പ്രസ്ഥാനങ്ങളെയും വളരെ ഹൃദയത്തിൽ തൊട്ട നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി പോരാടുമ്പോൾ ജയിൽവാസം എന്ന് പറയുന്നത് ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനത്തിന് ഒരു പരാജയമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ പോരാട്ട ഭൂമികയിൽ നമുക്ക് കിട്ടിയ അവാർഡാണ് ഈ ജയിൽവാസം എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. ഈ പോരാട്ടം ഇനിയും തുടരും. ഈ പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ളതാണ്, ജനാധിപത്യത്തിന് വേണ്ടിയുള്ളതാണ്, ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിനിടയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒരൽപ്പം ക്ഷീണമുണ്ടായേക്കാം, ഒരൽപ്പം സൈഡിലേക്ക് മാറി നിൽക്കേണ്ടി വന്നേക്കാം, ഒരു പക്ഷേ അടിച്ചമർത്തപ്പെട്ടേക്കാം. പക്ഷേ അവസാന വിജയം എന്ന് പറയുന്നത് നമുക്കുള്ളതാണ്. കാരണം സത്യമാണ് നമ്മളോടൊപ്പമുള്ളത് എന്നത് തന്നെയാണ് അതിന് കാരണം. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷേ എത്ര വാശിയോടുകൂടിയാണ് നമ്മളെ നശിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതെങ്കിൽ അത്രയും ഊർജത്തോടുകൂടി സജീവമായി സമരരംഗത്ത് ഇറങ്ങി നിൽക്കാൻ തയ്യാറുള്ളവരാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മളെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ ആളിക്കത്തും. അത്തരം വീര്യമുള്ള ആദർശബോധമുള്ള ഒരു സമൂഹവുമായിട്ടാണ് ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട ഭൂമികയിൽ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ഭൂമികയിൽ സജീവമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സജീവമായി പങ്കെടുത്തുകൊണ്ട്, സജീവമായി പ്രവർത്തിച്ചുകൊണ്ട്, സജീവമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗങ്ങളുടെ ഒരു ആശാകേന്ദ്രം എന്ന നിലക്ക് അവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ ഓരോരുത്തരും കൂടുതൽ ആവേശത്തോടുകൂടി തയ്യാറാവുക. ഈ രാഷ്ട്രീയ ഭൂമികയിൽ, ജനാധിപത്യത്തിനു വേണ്ടിയുള്ള പോരാട്ട ഭൂമികയിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് SDPI. ഓക്കെ, ഇതാണ് SDPIയുടെ ദേശീയ പ്രസിഡന്റായ MK ഫൈസി നടത്തിയ പ്രസംഗം. ഈ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം 10 മാസം ജയിലിൽ കഴിഞ്ഞ്, തിഹാർ ജയിലിൽ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. അതിനുശേഷം കേരളത്തിലെത്തുമ്പോൾ ആദ്യമായിട്ട് പ്രവർത്തകരെ കാണുമ്പോൾ അഭിസംബോധന ചെയ്ത് ഫൈസി പറയുന്നത് ഇക്കാര്യമാണ്. രാജ്യത്തെ ജനാധിപത്യത്തിനും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടം തുടരും. നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നമ്മൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരും. ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോടെ നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിയാൽ നമ്മൾ അതിശക്തമായി ഈ ഒരു പോരാട്ട മേഖലയിൽ നിലയുറപ്പിക്കുമെന്നാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന മേഖലയുമായിട്ട് നമ്മൾക്ക് മുമ്പോട്ട് പോകണം. അതിന് എല്ലാ പ്രവർത്തകരും കൂടെ നിൽക്കണം എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ദേശീയ പ്രസിഡന്റായ MK ഫൈസി നടത്തിയത്. SDPI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും അവിടെ വലിയൊരു പ്രവർത്തക കൂട്ടം തന്നെ ദേശീയ പ്രസിഡന്റായ ഫൈസിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്നുള്ളത് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാസിസത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ
അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, ഇത്തരം ഒരു ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളിടയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ നിലപാടുകൾ എന്താകണമെന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനമായിരുന്നു SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ ഈ വാക്കുകൾ എന്നുള്ളത്. തീർച്ചയായും SDPI പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദമുണ്ടാക്കുന്നതും ആത്മവിശ്വാസമുണ്ടാക്കുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.